ആഴ്ച മുമ്പ് ഒരു കരിയർ ഗൈഡൻസ് സെമിനാറിൽ പങ്കെടുത്തു. എറണാകുളത്ത് പാലാരിവട്ടത്ത് ഒരു സെൻറ്റ് മാർട്ടിൻ എന്ന് പറയുന്നൊരു ചർച്ചുണ്ട്. ആ ഇടവകയിലാണ് അത് പങ്കെടുത്തത്. 9:30 മുതൽ 1 മണി വരെയാണ് പ്രോഗ്രാം. 3 പേര് പ്രസംഗിക്കാനുണ്ടായിരുന്നു. പങ്കെടുത്തിരുന്ന ആൾക്കാർ ആ ഇടവകയിലെ കുട്ടികളും അവരുടെ മാതാപിതാക്കളുമാണ്. 3 പേരും അവരവരുടെ കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു. അതിനുശേഷം കുട്ടികളുടെ മാതാപിതാക്കളുടെയും സംശയ നിവാരണവും ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ് വെറുതെ ഫീഡ്ബാക്ക് എടുത്തു നോക്കി. ഫീഡ്ബാക്കിൽ അത് യൂസ്ഫുള്ളായിരുന്നു, ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ യൂസ്ഫുള്ളാണ് എന്ന് തന്നെയാണ് അവർ ഞങ്ങൾക്ക് തന്ന ഫീഡ്ബാക്ക്. പലപ്പോഴും പല കാര്യങ്ങളിലും വ്യക്തമായ ധാരണ ഇല്ല കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും. പല കരിയറുകളും അതിൻ്റെ പുറകിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. വിദേശ പര്യടനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിന് പുറത്തുള്ള അഡ്മിഷൻ, ഇതിനൊക്കെ പുറകിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മിക്കവാറും ഇത് നടത്തുന്നവർ ലാഭേച്ഛയോടുകൂടിയാണ് നടത്തുന്നത്. അപ്പോഴതിൻ്റെ പുറകിൽ ലാഭേച്ഛയുടെ പരിണിതഫലമായ ചില പ്രശ്നങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. പക്ഷെ ഒരു പാരീഷ്, ഒരു രൂപത അല്ലെങ്കിൽ അതിരൂപത നടത്തുമ്പോൾ അത്തരത്തിലുള്ള അപകടങ്ങൾ കുറഞ്ഞിരിക്കും. ഞാൻ പ്രധാനമായിട്ടും അവതരിപ്പിച്ചത് ഏത് ജോലിയായാലും അത് ഡോക്ടറുടെയോ എൻജിനീയറുടെയോ അധ്യാപകൻ്റെയോ വക്കീലിൻ്റെയോ ഏതുമാകട്ടെ, ഏത് ജോലിയായാലും അതിനെ നമ്മൾ കാണേണ്ടത് ഒരു മിനിസ്ട്രി ആയിട്ടാണ്. ശുശ്രൂഷ എന്ന് പറയും. ശുശ്രൂഷയും ജോലിയും തമ്മിൽ എന്താ വ്യത്യാസം? നമ്മുടെ ജോലി ദൈവ മഹത്വത്തിനായിട്ട് നമ്മൾ അർപ്പിക്കുമ്പോൾ അതൊരു ശുശ്രൂഷയായി മാറും. നമ്മൾ ചെയ്യുന്ന ജോലി എന്തോ ആകട്ടെ, അത് നമ്മുടെ അഭിവൃദ്ധിക്കും ഒപ്പം ദൈവത്തിൻ്റെ മഹത്വത്തിനുമായിട്ട് നമ്മൾ അതിനെ പരിഗണിക്കുമ്പോൾ അതൊരു ശുശ്രൂഷയായി, ഒരു മിനിസ്ട്രിയായി. ഞാനതിൽ ഏറ്റവും ഉയർന്ന ശുശ്രൂഷയായി പറഞ്ഞത് അധ്യാപക ശുശ്രൂഷയാണ്. ഡോക്ടർ നല്ലതാണ്, വളരെ നല്ലതാണ്, നല്ല വരുമാന മാർഗമുണ്ടോ. എൻജിനീയർ, വക്കീൽ, ഇപ്പോഴൊക്കെ വക്കീലന്മാർക്ക് നല്ല ചാൻസുകളാണ്. കേസുകൾ കൂടി വരികയാണ്. എത്രമാത്രം കേസുകളാണ് കെട്ടിക്കിടക്കുന്നത്. സൈബർ ക്രൈമുകൾ അതാണെങ്കിൽ ഒരു കൂടി വരികയാണ്. നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത വിധത്തിൽ അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെയുണ്ട് അഴിമതി പിടിക്കപ്പെടുന്നു. അഴിമതി പിടിക്കപ്പെടുമ്പോൾ പിടിക്കപ്പെട്ടവർ അവരെ സംരക്ഷിക്കാനായിട്ട് വക്കീലന്മാരെ അന്വേഷിക്കുന്നു. ഏറ്റവും നല്ല ഒരു പ്രൊഫഷൻ തന്നെ അതിനെ ഞാൻ പറയാം ആയിട്ട് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് വക്കീലിൻ്റെ ജോലിയാണ്. പ്രത്യേകിച്ച് ഉന്നത തലങ്ങളിലിരിക്കുന്നവർ പലപ്പോഴും അഴിമതികളിലൊക്കെ പിടിക്കപ്പെടുകയാണ്. അത് ഭരണരംഗത്തായാലും ബിസിനസ് രംഗത്തായാലും വളരെ ഉന്നതരായിട്ടുള്ള ആളുകൾ പിടിക്കപ്പെടുകയാണ്.
അപ്പോൾ അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി എന്ത് പൈസയും കൊടുത്ത് ഏറ്റവും നല്ല വക്കീലിനെ ഏർപ്പാടാക്കുകയാണ്. അപ്പോൾ വക്കീൽ പണി എന്ന് പറയുന്നത് അതിന് ഞാനൊരു ശുശ്രൂഷയായിട്ട് കാണില്ല. പലപ്പോഴും അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ്. ആ വക്കീൽ പണി ഏറ്റവും ചാൻസ് ഉള്ള ഒന്നാണ്. ഞാൻ ഒരുപാട് പേരെ വക്കീലന്മാരെ അറിയും. എൻ്റെ കൂടെ പഠിച്ചവരുണ്ട്, ജഡ്ജിമാരായവരുണ്ട്, വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള ജഡ്ജിമാരായിട്ടുള്ളവരുണ്ട്. അവരൊക്കെ ഞാൻ ശ്രദ്ധിച്ചത് ഒരു കാര്യം ഇതാണ്: അവർ വക്കീലാവുന്നതിന് മുമ്പ് സയൻസാണ് പഠിച്ചിട്ടുണ്ടാവുക. ഫിസിക്സ് പഠിച്ചവർ, കെമിസ്ട്രി പഠിച്ചവർ, അത് എൻ്റെ കൂടെ പഠിച്ചവരെന്നൊക്കെ പറഞ്ഞത്. അവരൊക്കെ പിന്നീട് വക്കീലാവുകയും ജഡ്ജാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവർ വളരെ സക്സസ്ഫുൾ ആകാനുള്ള കാരണം ഞാൻ തിരക്കി, എന്താ അതിൻ്റെ കാരണം എന്ന്. കാരണം അവർക്കൊരു ശാസ്ത്രീയമായ ഒരു ചിന്താഗതിയുണ്ട്, ഒരു ലോജിക്. ആ ലോജിക്കൽ ആയിട്ടുള്ള ചിന്ത അവരെ പലപ്പോഴും ശരിയായ തീരുമാനം എത്താനായിട്ട് സഹായിക്കും. ശാസ്ത്രത്തിൻ്റെ ചിന്തകളൊക്കെ ശരിയായ ചിന്തകളാണല്ലോ. അതിനൊരു കാലത്ത് മോഡിഫിക്കേഷൻ വരാം, പക്ഷെ അതുവരെ ആ ചിന്ത ശരിയായ ചിന്തയായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അതൊരു നല്ല പ്രൊഫഷനായിട്ട് ഞാൻ അവിടെ അവതരിപ്പിച്ചു. പക്ഷേ ഇതിനേക്കാളൊക്കെ ഒരു നല്ല പ്രൊഫഷനായിട്ട് അല്ലെങ്കിൽ ശുശ്രൂഷയായിട്ട് ഞാൻ കണ്ടത് ഡോക്ടറുടെയോ എൻജിനീയറുടെയോ അല്ല. ഞാൻ അവിടെ അവതരിപ്പിച്ചത് അധ്യാപക ശുശ്രൂഷയാണ്. അധ്യാപനം പലർക്കും അതൊരു മോശം ജോലിയാണ് എന്നൊക്കെ തോന്നാറുണ്ട്. എനിക്കും ഒരു കാലത്ത് അങ്ങനെ തോന്നിയിരുന്നു. എനിക്കൊരു അധ്യാപകനാകാനല്ലേ പറ്റുള്ളൂ. എൻ്റെ കൂടെ പഠിച്ചവർ, എന്നോട് സംശയം ചോദിച്ച് പഠിച്ചവർ, ഇങ്ങനെയൊക്കെയുള്ളവരൊക്കെ ഡോക്ടറും എൻജിനീയറുമായി, എനിക്കൊരു അധ്യാപകനാകാനല്ലേ സാധിച്ചുള്ളൂ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. പിന്നീട് ഏകദേശം ഒരു 22-23 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നവീകരണത്തിലേക്ക് വന്നപ്പോൾ എന്നിലേക്കൊരാശയം വന്നു. അധ്യാപനം എന്ന് പറയുന്നത് യേശു ഈ ലോകത്തിൽ ചെയ്ത ശുശ്രൂഷകളിൽ ഒന്നാണ്. യേശു ചെയ്ത പഠിപ്പിക്കുക എന്ന് പറയുന്ന ആ ശുശ്രൂഷയുടെ ഒരു കണ്ടിന്യൂവേഷനാണ് ഞാനും ചെയ്യുന്നത് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ മുതൽ അധ്യാപനം ഒരു മഹനീയമായ ശുശ്രൂഷയായിട്ട് എനിക്ക് തോന്നി തുടങ്ങി. അതിനു മുമ്പ് എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ട്, അധ്യാപകനായിരിക്കുമ്പോൾ നമ്മളെ എല്ലാവരും അറിയും, വെളിച്ചപ്പാടിനെ എല്ലാവരും അറിയും. ഒരു ഡോക്ടറെ എല്ലാവരും അറിഞ്ഞോളണമെന്നില്ല. ഒരു പട്ടണത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ഡോക്ടറെ ആ രോഗികൾ മാത്രമാണ് നേരിൽ കണ്ടിട്ടുണ്ടാവുള്ളൂ. മറ്റത് ബോർഡ് കാണും, അത്രയേ ഉള്ളൂ. അധ്യാപകൻ്റെ കേസ് അങ്ങനെയല്ല. അധ്യാപകൻ ഒരു സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ഒരു പട്ടണത്തിൽ മിക്കവാറും 1, 2, 3 സ്കൂളുകളേ ഉള്ളൂ. ഇപ്പോൾ കൂടുതലായി, മുമ്പൊക്കെ ഒന്നേ ഉള്ളൂ. ഒരു ഗ്രാമത്തിലൊരു സ്കൂളേ ഉള്ളൂ. അപ്പോൾ ആ ഗ്രാമത്തിലെ എല്ലാ വിദ്യാർത്ഥികളും ആ അധ്യാപകനെ കണ്ടിട്ടുണ്ടാവും, കണ്ടാൽ അറിയും, മാതാപിതാക്കളും അറിയും. ഈ പഠിച്ചു പോയ കുട്ടികൾ പല സ്ഥലങ്ങളിൽ ജോലിയായിട്ടുണ്ടാവും, പല സ്ഥലങ്ങളിൽ. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ ചെല്ലാൻ ഇടവരുമ്പോൾ അവർ നമ്മളെ തിരിച്ചറിയും. ഇത് വേറെ ഒരു പ്രൊഫഷനും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. ഞാൻ ഓർക്കുന്നു, ഞാൻ പഠിപ്പിച്ചു തുടങ്ങി ഒരു 10 വർഷം കഴിഞ്ഞപ്പോഴൊരിക്കൽ ഒരു സമ്മർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് 60 പഠിപ്പിച്ചു തുടങ്ങിയത്. ഒരു 70-72 കാലഘട്ടത്തിൽ ഒരു സമ്മർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി പഠിക്കാൻ വേണ്ടി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഒരു മാസം ഒരു കോഴ്സ് അവിടെ അറ്റൻഡ് ചെയ്തു.
ആ കാലഘട്ടത്തിൽ ഒരിക്കൽ ഞാൻ സിൻഡിക്കേറ്റ് ബാങ്ക്, തൊട്ടടുത്തുള്ള ബാങ്ക് സിൻഡിക്കേറ്റ് ബാങ്കായിരുന്നു. ആ ബാങ്കിൽ ഒരു ചെക്ക് മാറാനായിട്ട് ചെന്നു. ഞാനങ്ങനെ നടന്ന് ഇങ്ങനെ നോക്കി പോവാണ്, എവിടെയാണ് കാണേണ്ടത്, ആരോടാ ചോദിക്കണ്ടേ. അപ്പോഴുണ്ട് ഒരാൾ എഴുന്നേറ്റ് വരുന്നു. മാഷ് എന്താ ഇവിടെ? ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്നെ എങ്ങനെ അറിയാം? ഞാൻ മാഷ സ്റ്റുഡൻ്റായിരുന്നു. ഇത് വേറൊരാൾക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല, റെയറായിട്ട് കിട്ടുക. ഇത്രയും ഭാഗ്യം വേറെ ആർക്കും കിട്ടുകയില്ല. നമ്മൾ എവിടെ ചെന്നാലും നമ്മളറിയുന്നവർ ആരെങ്കിലും ഉണ്ടാവും. ഞാൻ പറഞ്ഞു, ഇതിന് ലിമിറ്റേഷനുണ്ട്. ഒരു ആഫീസിൽ കയറി ചെന്നാലും ഉണ്ടാവും. പലപ്പോഴും നമ്മൾ ആഫീസിൽ കയറി ചെല്ലുമ്പോൾ അവിടെയുള്ളവർ ആരെങ്കിലും ഒന്നുകിൽ പഠിച്ചവരായിരിക്കാം, അതല്ലെങ്കിൽ മാതാപിതാക്കൾ, അവരുടെ മാതാപിതാക്കൾ ആയിരിക്കാം അവിടെ. എന്തായാലും നമുക്കൊരു കാര്യം നടന്നു കിട്ടാനായിട്ട് എളുപ്പമുണ്ട്. ഒരു അനധികൃതമായ കാര്യം നടന്നു കിട്ടണമെന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ ഒരു പക്ഷേ ഒരുപാട് നേരം കാത്തു നിൽക്കാതെ നമുക്ക് നടന്നു കിട്ടാൻ വഴിയുണ്ട്. വേറൊരാളുടെ ചാൻസ് കളഞ്ഞിട്ടും നടക്കണമെന്ന് ഞാൻ പറയില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് കുറച്ച് കഴിഞ്ഞാൽ ചെയ്യാം, നാളെ വരുമോ എന്ന് പറയുന്നതിൽ തിരക്കുണ്ട്, നാളെ വരുമോ എന്ന് പറയാൻ ഉള്ളൊരു മനസ്സ് ചിലപ്പോൾ ഉണ്ടാവില്ല. അധ്യാപകനുള്ള മെച്ചങ്ങളിൽ പലതാണിത്. ഇതിന് ലിമിറ്റേഷൻസും ഉണ്ട്. നമുക്ക് തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളെപ്പോഴും ഈ മറ്റുള്ളവരുടെ ഒബ്സർവേഷനിലാണ്. ഇപ്പോഴല്ലേ നമ്മൾ നാട്ടിലൊക്കെ ഇങ്ങനെ ബോർഡ് കണ്ടു തുടങ്ങിയത്, യു ആർ അണ്ടർ CCTV സർവിലൻസ്. CCTV നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള നോട്ടീസ് പല സ്ഥലത്തും നിങ്ങൾ ഇപ്പോഴാണ് കണ്ടു തുടങ്ങിയത്. എന്നാൽ അധ്യാപകൻ്റെ കേസ് പ്രത്യേകിച്ച്, അധ്യാപകൻ എപ്പോഴും CCTV സർവിലൻസിലാണ്. അധ്യാപകനെ അറിയുന്നവരെപ്പോഴും അധ്യാപകൻ്റെ ചെയ്തികളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളൊരു ബസ്സിൽ കയറുന്ന സമയത്ത് ഇടിച്ച് കയറാൻ ശ്രമിച്ചാൽ ഒന്നുകിൽ ബസ്സിലിരിക്കുന്നവർ അല്ലെങ്കിൽ പുറത്തുള്ളവർ, അടുത്ത ചായപ്പീടിയിലിരിക്കുന്നവരൊക്കെ പറയും, കണ്ടോ മാഷ് ഇടിക്കണുണ്ടോ, മാഷ് ഇടിക്കണുണ്ടോ. അപ്പം എല്ലായിടത്തും ഒരു കണ്ണുണ്ട്. അതൊരു നല്ലതാണ്, നല്ല ഒരു കാര്യമാണ്. നമുക്കൊരു സോഷ്യൽ കൺട്രോളുണ്ട് നമ്മുടെ പെരുമാറ്റങ്ങൾക്ക്. എപ്പോഴും മറ്റുള്ളവർ നമ്മളെ കാണുന്നു, വാച്ച് ചെയ്യുന്നു എന്നറിയുമ്പോൾ നമ്മൾ പെരുമാറുന്നത് പോലെയാണോ, ആരും എന്നെ കാണുന്നില്ല എന്ന് ബോധ്യമുള്ളപ്പോൾ നമ്മൾ പെരുമാറുന്നത്? അപ്പോഴും മോശമായി ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോഴും നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരാളുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തമ്പുരാൻ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഏത് നിമിഷത്തിലും. നമ്മൾ എവിടെയായിരിക്കുമ്പോഴും, നമ്മൾ നമ്മുടെ ബെഡ്റൂമിലായിരിക്കുമ്പോഴും ബാത്റൂമിലായിരിക്കുമ്പോഴും, നമ്മൾ എത്ര സ്വകാര്യതയിലായിരിക്കുമ്പോഴും തമ്പുരാൻ നമ്മളെ കാണുന്നുണ്ട്. ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഏതാനും കുട്ടികൾ ഒരു മഹർഷിയുടെ അടുത്ത് ദൈവാനുഭവം ലഭിക്കുന്നതിന് വേണ്ടി ഒരു ട്യൂഷന് പോയി അത്രേ. അങ്ങനെ മഹർഷി കുറച്ച് ദിവസം അവരെ പഠിപ്പിച്ചു, പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവർക്കൊരു പരീക്ഷ ഇട്ടു, ഒരു ടെസ്റ്റ് പേപ്പർ ഇട്ടു. ഓരോരുത്തർക്കും ഓരോ മാങ്ങ കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, ആരും കാണാത്തോടത്ത് പോയിട്ട് ഈ മാങ്ങ തിന്നിട്ട് വരൂ. ഒരു 10 പേരായിരുന്നു. 10 പേരും 10 സ്ഥലത്തേക്ക് പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ 9 പേരും മടങ്ങി വന്നു. അവരുടെ കയ്യിൽ മാങ്ങയില്ല. 10ാമത്തവനോ എല്ലാവരും ഉദ്വേഗത്തോടെ കാത്തിരുന്നു. കുറച്ച് കൂടി കഴിഞ്ഞപ്പോൾ അയാളും മടങ്ങി വന്നു. പക്ഷെ അയാളുടെ കയ്യിൽ മാങ്ങയുണ്ടായിരുന്നു. ഗുരു ചോദിച്ചു, എന്തേ നീ മാങ്ങ തിന്നാതെ വന്നേ?
ആരും കാണാത്തൊരു സ്ഥലം എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല ഗുരു. അതുകൊണ്ട് എനിക്ക് മാങ്ങ തിന്നാൻ പറ്റിയില്ല. നീ എവിടെയൊക്കെ പോയി? അവൻ പോയ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു. അവിടെ നിന്നും ആരും ഇല്ലല്ലോ. ഗുരു ചോദിച്ചു, അവിടെ നിന്നും ആരും ഇല്ലല്ലോ. അപ്പോൾ ഈ ശിഷ്യൻ പറഞ്ഞു അത്രേ, അല്ല ഗുരു, എല്ലായിടത്തും എനിക്ക് എൻ്റെ തമ്പുരാനെ കാണാൻ കഴിഞ്ഞു. ഗുരു പറഞ്ഞു, നീ പരീക്ഷയിൽ പാസ്സായി, ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായി. ഇനി നീ ഇവിടെ പഠിക്കേണ്ട ആവശ്യമില്ല, നിനക്ക് അത്യാവശ്യം ദൈവാനുഭവ ബോധം ഉണ്ടായി. അപ്പോൾ നമ്മളെ എപ്പോഴും അധ്യാപകൻ്റെ മെച്ചങ്ങളിൽ ഒന്ന് അതാണ്. ചിലർ അതൊരു ദോഷമായിട്ട് കാണും. അതുകൊണ്ട് പലരും, പ്രത്യേകിച്ച് പുരുഷന്മാർ, അധ്യാപന ജോലിയിലേക്ക് വരുന്നില്ല. പുരുഷന്മാർ പലരും സിഗരറ്റ് വലിക്കുകയും അങ്ങനെ പല ചെറിയ ചെറിയ ദുശ്ശീലങ്ങളൊക്കെ ഉള്ളവർ പലരും സ്ത്രീകളെ അപേക്ഷിച്ച് എന്ന് പറയുള്ളൂ. ഇപ്പോൾ സ്ത്രീകളുടെ എണ്ണവും കൂടി വരികയാണത്, കാലം മാറുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ പുരുഷന്മാർക്കൊരു തടസ്സമുണ്ട് ഒരു അധ്യാപകനാകുന്നതിന്. ഇപ്പോഴും മറ്റുള്ളവരെ ശ്രദ്ധിക്കുമോ എന്നൊരു പേടി. അധ്യാപകനാകാനുള്ള പ്രധാന തടസ്സം അതൊന്നുമല്ല. ഞാൻ ചോദിച്ചു ഒരു കൂട്ടരോട്, ഞാൻ കുറച്ച് പേരെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. 2014 സാങ്ഷൻ ചെയ്ത +1 +2 അന്ന് മുതലേ പഠിപ്പിക്കുന്ന അധ്യാപകർ അവിടെ ഉണ്ട്. എങ്കിലും നിയമം ഇൻ്റർവ്യൂ നടത്തണം, അഡ്വർട്ടൈസ് ചെയ്യണം, ഇൻ്റർവ്യൂ നടത്തണം, എന്നിട്ട് അതിന് മാർക്ക് ഇടണം, ഇങ്ങനെ നിയമങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കൃത്യമായിട്ട് അത് ചെയ്തു. ഒരു ഗവൺമെൻറ് നോമിനി, ഞാൻ, പ്രിൻസിപ്പൽ, 3 പേരിരുന്ന് മാർക്കൊക്കെ ഇട്ട് കാലത്ത് 10 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി 7 മണി വരെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അത്രയധികം ആൾക്കാർ വന്നിരുന്നു. ഇടയ്ക്ക് ഭക്ഷണം ഒക്കെ കൊടുത്തു ഞാൻ അവർക്ക്. ഭക്ഷണത്തിന് പോയ സമയത്ത് ഞങ്ങൾ തമ്മിൽ ഇൻറ്ററാക്ട് ചെയ്തു. ഞാൻ ചോദിച്ചു, എന്താ ഇത്രയധികം ആൾക്കാർ? ഞാൻ ചിലരോട് ചോദിച്ചു. ഒരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് തന്നെ, പാസ്സായിട്ട് 10 കൊല്ലമൊക്കെ ആയിട്ടുണ്ട്, ഇനി ഗവൺമെൻറ് ജോലിയിലേക്ക് കയറാനായിട്ട് സാധ്യത കുറവാണ്, ഒരു കൊല്ലമൊക്കെ ഉള്ളൂ, കഷ്ടി ഒരു കൊല്ലമൊക്കെ ഉള്ളൂ, എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഒരു ജോലി കിട്ടാതിരുന്നേ? അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഇതാണ്, ഇതുപോലെ ഒരു ഇൻ്റർവ്യൂ ഞങ്ങൾ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യാം. ഞങ്ങൾ ഇൻ്റർവ്യൂവിന് എയ്ഡഡ് സ്കൂളാണ്. ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം ഇത് മാത്രമേ ഉള്ളൂ, നിങ്ങൾ എത്ര രൂപ കൊടുക്കും ഈ ജോലി കിട്ടാൻ? അതൊരു കടലാസിൽ എഴുതാൻ നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും എഴുതി ആ പെട്ടിയിൽ ഇട്ടാൽ മതി. അതാണ് ഇൻ്റർവ്യൂ. അപ്പോൾ പണം കൊടുക്കണം ജോലി കിട്ടണമെങ്കിൽ, എത്ര നല്ല മിടുക്കനായാലും. 40 ലക്ഷം 50 ലക്ഷം, കോളേജിലാണെങ്കിൽ 80 ലക്ഷം ഒക്കെ കൊടുക്കണം. അത് കൊടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തത് കൊണ്ട് പലരും അധ്യാപന വൃത്തിയിലേക്ക് വരുന്നില്ല. വലിയൊരു പക്ഷേ ഏറ്റവും നല്ല ജോലി ഇത് ശിഷ്യന്മാരെ ഒരുപാട് കിട്ടുമെന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഈ കുഞ്ഞുങ്ങളിൽ നല്ല കാര്യങ്ങൾ, കുഞ്ഞുങ്ങളോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ നല്ല പൗരന്മാരാക്കി വളർത്തുകയാണ് ചെയ്യുന്നത്. ഒരു അധ്യാപകൻ ചെയ്യുന്ന ജോലി, ആ ശുശ്രൂഷ നല്ലവരായി വളർത്തുക, നല്ല പൗരന്മാരായി വളർത്തിക്കൊണ്ടുവരിക. ഒരു പക്ഷേ മാതാപിതാക്കൾക്ക് കൊടുക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ സർവീസ് അത് മാഷന്മാർക്ക് കൊടുക്കാൻ പറ്റും. കാരണം മാതാപിതാക്കളെക്കാൾ കൂടുതൽ അധ്യാപകരെ വിശ്വസിക്കുന്ന ഒരു കൂട്ടരാണ് വിദ്യാർത്ഥികൾ. മാഷ് പറഞ്ഞതാ ശരി, അപ്പം പറയണതല്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അവരിലൂടെ, മാഷന്മാരിലൂടെ, ടീച്ചർമാരിലൂടെ
ഒരുപാട് നന്മകൾ ഈ കുഞ്ഞുങ്ങളിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കാനായിട്ട് കഴിയും. പഠിപ്പിക്കുന്നതിന് പ്രധാനമായിട്ടും വരുന്നത് സ്ത്രീകളാണിപ്പോൾ. ചില സ്കൂളുകളിലൊക്കെ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ അധ്യാപകരായിട്ട്, വളരെ കുറച്ച്, പുരുഷന്മാർ മാത്രം. അതിനൊരു കാരണമുണ്ട്. അവർക്ക് ഈ വെല്ലുവിളി, സോഷ്യൽ വെല്ലുവിളി കുറവാണ്. അവർ തിന്മകളൊന്നും അങ്ങനെ ചെയ്യുന്നില്ല നോർമലായിട്ട്. അതുകൊണ്ട് അവർക്ക് ഈ സോഷ്യലായിട്ടുള്ള വെല്ലുവിളി കുറവാണ്. മാത്രമല്ല, വിദ്യ കൊടുക്കുമ്പോൾ അത് ഒരു മാതൃവാത്സല്യത്തോടു കൂടി കൊടുക്കുകയും വേണം. അധ്യാപകർ കൊടുക്കുമ്പോൾ ഒരു പിതൃവാത്സല്യം, അത് കൊടുക്കാനായിട്ട് പിതൃവാത്സല്യത്തിനേക്കാൾ എപ്പോഴും ഉയർന്നു നിൽക്കുന്നത് മാതൃവാത്സല്യമാണ്. അപ്പോൾ ആ മാതൃവാത്സല്യത്തോടു കൂടി കൊടുക്കാൻ കഴിയുമ്പോൾ കുട്ടികൾ കൂടുതൽ റിസപ്റ്റീവാകും. പുരുഷന്മാരെക്കാൾ കുറെ കൂടി ലോലമായ ഒരു ഹൃദയഭാവമാണ് സ്ത്രീകൾക്കുണ്ടാവുക. അത് കുഞ്ഞുങ്ങൾക്ക്, പ്രത്യേകിച്ച് ലോവർ ക്ലാസ്സിൽ, അത് ഏറെ ഗുണം ചെയ്യും. ഇത് കഴിഞ്ഞ് ഞാൻ അവിടെ സൂചിപ്പിച്ചത് വേറൊന്നാണ്. ഇത്തരം ജോലികൾ, വ്യവസ്ഥാപിതമായ ജോലികൾ എണ്ണം കുറവാണ്, പക്ഷെ അപ്ലിക്കൻസിൻ്റെ എണ്ണം കൂടുതലും. എനിക്കൊരു ഫിസിക്സ് ടീച്ചറിന് ആവശ്യം അപ്ലൈ ചെയ്തവർ 40 പേരോ മറ്റോ ഉണ്ടായിരുന്നു. അപ്പോൾ വ്യവസ്ഥാപിതമായ ജോലി അത് എണ്ണം കുറവായതുകൊണ്ട്, അപ്ലിക്കൻസ് ധാരാളമായതുകൊണ്ട് കിട്ടാനുള്ള സാധ്യത കുറയും. അപ്പോൾ വ്യവസ്ഥാപിതമല്ലാത്ത ജോലികൾ, അതിനു വേണ്ടി പരിശ്രമിക്കുക. ഇതാണ് ഞാൻ രണ്ടാമത് ഊന്നി പറഞ്ഞ കാര്യം. വ്യവസ്ഥാപിതമല്ലാത്ത ജോലികൾ ഏതാണ്? കൃഷി ഒരു നല്ല ജോലിയാണ്. ശരിക്കും അവിടെയാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്. സൃഷ്ടികർമ്മം നടക്കുന്നത് കൃഷിയിലാണ്. പ്രൊഡക്ഷൻ. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, അവരോട് പറയുകയും ചെയ്തു. ഏറ്റവും ചെറിയ ഒരു ഇടവക എന്ന് പറഞ്ഞാൽ ഒരു 400-500 വീട്ടുകാരുണ്ടാവും, 300-400 ഉണ്ടാവും. അവരുടെ കൈവശം ഇരിക്കുന്ന ഭൂമി എത്രയുണ്ടെന്ന് നോക്കിയാൽ ഒരു 400 ഏക്കർ 500 ഏക്കറൊക്കെ ഉണ്ടാവും. ഒരു വലിയ എസ്റ്റേറ്റിന് തുല്യമാണ് ഒരു ഇടവക. 500 ഏക്കറാന്നൊക്കെ പറയുമ്പോൾ വലിയ ഒരു IIT ക്യാമ്പസ് 500 ഏക്കറേ ഉള്ളൂ. വലിയൊരു ഏരിയ ആണ് ഒരു ഇടവകയുടെ കീഴിൽ. ഈ 350-400 എന്ന് പറയുന്നത് കാത്തലിക് കമ്മ്യൂണിറ്റിയുടെ നമ്പറാണ്. അതിലും കൂടുതൽ, അല്ലെങ്കിൽ അത്രയും തന്നെ മറ്റ് കമ്മ്യൂണിറ്റികളുണ്ടാവും. ഒരു 1000 വീട്ടുകാർ ഒരു ഇടവകയുടെ ചുറ്റും ഉണ്ടാവും. 1000 ഏക്കർ എന്തൊരു പൊട്ടൻഷ്യലായിട്ടുള്ള സ്ഥലമാണത്. ഇത് ഒരു പ്ലാന്റേഷൻകാരൻ്റെ കയ്യിലാണെങ്കിൽ അയാൾ അതിൽ നിന്ന് പൊന്ന് വിളയിക്കില്ലേ? ഇതിങ്ങനെ ഛിന്ന ഭിന്നമായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് ആ ഒരു പോസിബിലിറ്റി ഇല്ല. പക്ഷേ എല്ലാവരും ചേർന്ന് ഒരു യൂണിറ്റായിട്ട് കൃഷി പ്രോത്സാഹിപ്പിക്കാൻ തീരുമാനിച്ചാൽ അതൊരു എസ്റ്റേറ്റിന് തുല്യമായിരിക്കും. ഇത് മാത്രമല്ല, നമ്മൾ ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വിഷം കലർന്നെന്ന് പറയാൻ പറ്റില്ല, വിഷം തെളിക്കില്ലേ, കലർത്തല്ലേ ചെയ്യുന്നത്. ആ പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിന്ന് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തുന്നതിന് പകരം ഒരു ഇടവകയുടെ കീഴിൽ
ഒരു കാർഷിക യൂണിറ്റ് ഉണ്ടാവുക. അപ്പോൾ അവിടെ ആവുമ്പോൾ 2, 3, 4 ആളുകൾ പുറത്തു പോയി വിവിധ കാർഷിക രീതികളെക്കുറിച്ച് പഠിച്ചു, അതെല്ലാവർക്കും പറഞ്ഞു കൊടുത്തു. ഇതൊരു വളരെ പോസിബിലിറ്റി ഉള്ള ഒന്നാണിത്. ഒരു ഇടവകയുടെ കീഴിൽ ഒരു കാർഷിക യൂണിറ്റ്, അതിന് ഒരുപാട് നന്മകൾ ചെയ്യാനായിട്ട് കഴിയും. ഒരുപാട് അറിവുകൾ സാധാരണക്കാരായ കർഷകർക്ക് കൊടുക്കാനായിട്ട് കഴിയും. അതുപോലെ വിത്ത് വാങ്ങുന്നത് ബൾക്കായിട്ട് വാങ്ങി, വളം വാങ്ങുന്നത് ബൾക്കായിട്ട് വാങ്ങി, എന്നിട്ട് എല്ലാവർക്കും വീതിച്ചു കൊടുത്തു. ഇങ്ങനെ ഒരു കോപ്പറേറ്റീവ് മൂഡിൽ നമുക്കത് ചെയ്യാൻ കഴിയും. നിങ്ങൾ പറയും നമ്മുടെ നാട്ടിൽ അത്തരം കോപ്പറേറ്റീവ് സൊസൈറ്റികളൊക്കെ ഉണ്ടല്ലോ എന്ന്. അതിനേക്കാൾ കുറേ കൂടി ഇൻറ്റിമസി ഉണ്ടാവും ഒരു രൂപതയിലെ ആ ഇടവകക്കാർ ചേർന്ന്, ഒരു ഇടവകക്കാർ ചേർന്ന് ഒരു കൃഷി യൂണിറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ വ്യവസ്ഥാപിതമായ ജോലികൾ മാത്രം അന്വേഷിച്ച് പോയി നിരാശരാകാതെ സ്വയം സംരംഭകരാകാനായിട്ട് പരിശ്രമിക്കുക. ദൈവം നമ്മളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.